എത്തിട്ടേനെ എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും കാണിച്ചേക്കാം കേട്ടോ. നമ്മുടെ അടുക്കളയിലൂടെ നമ്മൾ കേറാൻ പോവാ. ഇയാളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കാലത്ത് എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവരോടും വന്നിരിക്കുകയാണ്. ലച്ചൂട്ടി ഉറക്കം എണീറ്റിട്ടില്ല. നമ്മൾ പോയിട്ട് വന്നതേക്ക് അവള് വീണ്ടും ഉറങ്ങി. ചിറ്റാമ്മ അവളുടെ അടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് അത് നമ്മൾ ഇത്തിരി പതിവില്ലാതെ നേരത്തെ എണീറ്റ് അതിൻ്റെതായിട്ടുള്ള ടയർഡ്നെസ്. കാരണം കാലത്ത് എണീറ്റ് നമുക്ക് കാലത്ത് തന്നെ നമ്മുടെ പാല് കാച്ചണം അല്ലേ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയ വീട് നമ്മുടെ സ്വന്തം വീടാണോന്ന്. നമ്മൾ റെന്റിനാണ് എങ്കിലും നമ്മൾ ഇവിടെ താമസിക്കാൻ പോകുന്നതാണ്. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം വേണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചടങ്ങ്. അതെ അതെ ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ ഗ്രാൻഡ് ആയിട്ടൊന്നും അല്ല. ആകെ ഞങ്ങളും നിങ്ങളും മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ഫാമിലി എന്ന് പറഞ്ഞു. അതെ അതെ അപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം സാക്ഷികളായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ തോതിൽ നമുക്കൊന്ന് പാല് കാശണം. അതുപോലെ തന്നെ കിച്ചൺ ടൂർ കേട്ടോ. നമ്മുടെ കിച്ചൺ എല്ലാം ഒന്ന് കാണിച്ചു തരാം അല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥന ഈ വീട്ടിൽ നിന്ന് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ. നമുക്ക് പുതിയ വീട്ടിലോട്ട് ഇനിയുള്ള നമ്മുടെ യാത്ര പുതിയ വീട്ടിലോട്ട് ആവണമെന്ന് എല്ലാവരും മനസ്സാൽ പ്രാർത്ഥിക്കണം കേട്ടോ അല്ലേ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് അടിപൊളി ഹാപ്പി വീഡിയോയിലോട്ട് പോകാം അല്ലേ. യെസ്. പിന്നെ ഇത് ഇവിടെ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് നമുക്ക് പാലുകാച്ചൽ നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് നടത്തുന്നു. എല്ലാം ഒന്ന് അടുക്കി പിറക്കി തീർന്നു കഴിഞ്ഞിട്ട് പാല് കാച്ചാന്ന് വിചാരിച്ചിരുന്നു. അപ്പം അത് ഇപ്പോഴാണ് അതിനുള്ള ടൈം ആയിട്ടുള്ള. ദൈവം ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടക്കുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. യെസ്. ഇവിടെ ഇത്രയും കിടന്ന് ഉറങ്ങിയല്ലേ ഇടോ. ഉറക്കം നേരത്തേടോ. ഉറക്കം നേരത്തേടോ. എവിടെത്തിരിക്കുന്നു. പനി പിടിച്ചു കേട്ടോ ആവശ്യന്. ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നു. രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതിലായിട്ട് ഭയങ്കര ചൂടാട്ടോ. അപ്പൊ നമ്മള് ഐശ്വര്യമായിട്ട് നമ്മുടെ പുതിയ വീടിന്റെ പാലുകാച്ചല് ആരംഭിക്കുകയാണ്. എല്ലാരും പാലുകാച്ചലിലേക്ക് ശരിക്കും. അപ്പം പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഇത് കത്തിക്കുന്ന ഗ്യാസ് കത്തിക്കുന്നതും കാച്ചുന്നത് ഞാനാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ചിറ്റാമ്മ കത്തിക്കണം എന്നാണ്. പക്ഷെ ചിറ്റാമ്മ പറഞ്ഞു, ചിറ്റാമ്മ ഇപ്പൊ ഓൾറെഡി വിധവയാണ്. അപ്പം ചിറ്റാമ്മ പറഞ്ഞു വിധവകള് അങ്ങനെ ഒരു ചടങ്ങില് ഇപ്പം പാല് കാച്ചില് പിന്നെ അതേപോലെയുള്ള പുസ്തകത്തിന് ചടങ്ങിനൊന്നും പങ്കെടുക്കുക അങ്ങനെ അതിന് ഇത് നിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അതിനോട് ഇതില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ചിറ്റാമ്മയോട് ഞാൻ പറഞ്ഞു. പക്ഷെ ചിറ്റാമ്മ ഇത്രയും വർഷമായിട്ട് ഇത് ഫോളോ ചെയ്ത് വന്നതിന്റെ ഒരു ഇതുകൊണ്ട് ചിറ്റാമ്മ ഇറ്റാമ്മയുടെ അഭിപ്രായം പറഞ്ഞു. ചിറ്റാമ്മ വേണ്ട മോൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് പാല് വെച്ചാ കത്തിക്കാം. പാല് വെച്ച് കത്തിക്കാൻ പറ. കുഞ്ചു കത്തിക്കാൻ പറ. അത് നമ്മുടെ പുതിയ വീട് പണിയുമ്പോ ചിറ്റാമ്മ പല വീട് കേട്ടോ. ചോര വീട് അറിയത്തില്ലെന്നോ ചിറ്റാമ്മയ്ക്ക്. നേരത്തെ എന്തോ ഒരു ഇതിന് ഞാൻ ചിറ്റാമ്മയോട് കുറെ വിടാൻ വേണ്ടി ചിറ്റാമ്മ കുറെ വീട് അറിയത്തില്ല. ഇല്ല അല്ലേ. എനിക്കറിയത്തില്ല. ഞാൻ അല്ല അതുപോലെ തന്നെ അവരുന്നു. പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് ഇട്ട് പുറ വീടാൻ അറിയാവുന്നവരുണ്ട്. ആരാ എടുക്കണ്ട പനിയായോണ്ട് ഇത്തിരി മൂടോഫാ. എന്റെ കുഞ്ഞല്ലേ വിളിച്ച മൂത്ത മോള് ഈ കിടന്ന് സൂപ്പർ ഉറക്കം. വീണ്ടും ഉറങ്ങിയോ? പാല് വെച്ചാൽ എത്തിക്കിട്ടോ. വേണ്ട കിടന്നോറി.
ഉറങ്ങിക്കോ. എത്തിട്ടനെ എത്തിട്ടനെ ഒരു അച്ഛനാ എത്തിട്ടനെ എത്തിട്ടനെ ഇതുപോലെ തന്നെയായിരുന്നു എന്റെ ആമ ചേച്ചി. ഇമ്മാതിരി ചിരി അല്ല ആമ ചേച്ചി മൂടാഫ. അല്ലെങ്കിൽ ഇപ്പൊ ചിരിച്ചങ്ങോട്ട് ഞങ്ങള് തകർത്തേനെ ഞങ്ങള്. ആമ ചേച്ചി ഇട്ടായി ഇന്നുവാണോ ഈ ബാല്യകാലത്തിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാവോ? അവള് കുഞ്ഞല്ലേ കൊള്ളിക്കൊരു അടവാ, ഭയങ്കര കള്ളിക്കൊരു അടവാ. വാ ആമിച്ച വന്ന് പാല് ഇളക്കിക്കേ. വാ വന്നൊന്ന് ഇളക്കിക്കേ. ഈ ചീച്ചിയാണ്. കൈ കഴുകിട്ട് ഇളക്കാവോ? കൈ കഴുകിട്ടൊന്ന് ഇളക്കാവോ? ആ ഓക്കെ. വാ നമ്മുടെ ഐശ്വര്യ വൈര്. ഇത് ഐശ്വര്യമാണ്. ഇവിടെ ഇപ്പൊ അച്ഛ എടുത്തതിനുള്ള പ്രശ്നമാണ്. പോന്നുണ്ടോ അച്ഛയത്ത്? അച്ഛയത്ത് അമ്മ എടുക്കാം ആമിച്ചന്. പാലിളക്കിക്കേ ആമിച്ചൻ. ആമിച്ചൻ പാലിളക്കിക്കേ. കൊച്ചിന്റെ കൈ കൊടുക്ക. തടിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ. പിടിച്ചോണം മുറുക്ക് തവി താട്ടിടല്ലേ. ഹായ് ആമിച്ചനാണ് ഇളക്കുന്നത്. ചേച്ചിക്കുട്ടി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണോ? കണ്ടോ? ആമിച്ചൊന്ന് പിടിച്ച് കൊഞ്ചലാണേ. കൊഞ്ചല ഇങ്ങോട്ട് നോക്കിയേ. കൊഞ്ചൽ റാണി വലിച്ചു പിടിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വേറെ പരിപാടിയാ. അതിലോട്ട് ഊതും. വെള്ളമൊക്കെ പമ്പ് പോലെ അതിനകത്ത് പോകുന്നത്. അടി കാണാം. സ്ട്രോയിലാട്ടോ വലിച്ചു പിടിക്കുന്നത്. എന്താ പാല് തരട്ടെ? പാല് തരട്ടെ? ഹായ് സ്വാഗതം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞേ. സ്വാഗതം പറഞ്ഞേ. സ്വാഗതം പറഞ്ഞേ. പാട്ട് പാടിയ ഉടനെ കൂടെ പാട്ട് പാടും. നമ്മളിന്നിട്ട് സാ പറയണ്ട. അവൾക്ക് അറിയാവുന്ന അത് വേറെ രീതിയിൽ പറയുന്നേ. മായൊക്കെ വേറെ അതൊക്കെ കൂടെ പറയും. അപ്പൊ ഇനി എല്ലാവർക്കും പാല് കേട്ടോ. അത്രയിച്ച് മതി. അത് അത്രയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കേട്ടോ. എല്ലാരും വയറ് നിറച്ച് കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇനിയുള്ളവർക്ക് പറയാൻ ചോദിച്ചാൽ മതി. ഇവിടെ കുറച്ച് ചായക്കാരുണ്ട്. ചായ കിട്ടിയില്ലെങ്കിലും ബഹളം ഉണ്ടാക്കുന്നവര്. ഒരു ചായ എത്ര ദിവസമില്ലാത്തതിന്റെ ഇതാകട്ടോ. ബാക്കി ചായ വെക്കാനാട്ടോ. പാല് കാച്ചല്ലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ.
മറിയാമ്മ പിടിക്കോ? അച്ചോട്ടിരുന്നാ മതിയോ? അച്ഛോ അവിടെ ഇരുന്നോ? കുച്ചോ, നിങ്ങളെല്ലാം കുച്ചോ. എല്ലാരും പ്രാർത്ഥിക്കണം ഇവിടുന്ന് അടുത്ത പുതിയ വീട്ടിലേക്ക് മാറാനായിട്ട്. എല്ലാരും സ്വന്തം നാട്ടിലേക്ക് മാറുന്നതായിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം. ഇനി അമ്മ പറഞ്ഞു ചിറ്റാമ ഇങ്ങനെ പറയാനുള്ളേ. വീട്ടിലോട്ട് പുതിയൊരു വീട്ടിലോട്ട് മാറാനുള്ള സാഹചര്യം ഇതുപോലെ വാടക വീടല്ലാതെ സ്വന്തമായിട്ടൊരു വീട്ടിലോട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പറയാണ്ട് ഉറങ്ങാൻ വിടാം. ഇനി പുതിയ വീട്ടിലേക്ക് മാറാണ്ട് ഇത് സുരേഷ് അതേ കോമഡിയാ, ഇത് കോമഡിയാ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു വാടക വീട്ടിലോട്ടല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾക്ക് തരണം. എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം. കുഞ്ചു ഇവിടെ വരും. കുഞ്ചു എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. ഇവര് മൂന്നുപേരും പറയുന്നത് എനിക്ക് അല്ല, എല്ലാവരും നമ്മുടെ ഒപ്പം വേണം. എല്ലാത്തിനാണ്, ദുഃഖത്തിലാണ് സന്തോഷത്തിൽ നമ്മളോട് എപ്പോഴും നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുവാ. അപ്പൊ അത് എന്ത് നല്ല നിമിഷം ഉണ്ടെങ്കിലും നമുക്ക് സങ്കടങ്ങളാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ ഇനി ഒരു പുതിയ കാലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കും ആഗ്രഹം. ദൈവവും സാധിച്ചായിട്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന അതിന് ഒപ്പം വേണം. പിന്നെ അധ്വാനിക്കുന്നുണ്ട്. ഓരോ ദിവസം നമുക്ക് എങ്ങനെ ദൈവം തരുന്നതെന്ന് നോക്കാം. ഈ വർഷം മനോഹരമായിട്ടെന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. അതെ അതെ, എന്റെ ഭാര്യ പറഞ്ഞു എനിക്കും പറയാനുള്ളൂ. ഞാൻ ഭയങ്കര ചൂടായിട്ട് വേർത്ത് കുളിച്ച് നിൽക്കുവാണ്. ഇപ്പം നേരം വെളുത്ത് വരുവാണെങ്കിലും ആ ഒരു ഇവിടെ ഫാൻ ഇല്ല. ഇവിടെ അടുക്കളയിൽ ഒരു ചെറിയൊരു ഫാൻ പിടിപ്പിക്കണം നമുക്ക്, അല്ലേ? അല്ലേ മേ? ഇവിടെ ചെറിയൊരു ഫാൻ ഭയങ്കര എല്ലാവർക്കും അറിയാൻ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. ഉണ്ട് മേളിലുണ്ട്. ചെറിയൊരു ഫാൻ ഇവിടെയും പിടിപ്പിക്കണം കേട്ടോ. അല്ലെ ആവശ്യം എന്ത് ഇതിനകത്ത് ആവശ്യം എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ. എന്തോ ഇറ്റാമേ? ഇടാലോ. അതെ അതെ അതെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കിച്ചൺ ഒന്ന് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ. അവിടെ ഇവിടെ അല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കിച്ചൺ ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീട് ഫുള്ള് കാണിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഭാഗത്തിൽ കിച്ചണൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ ഫുള്ളായിട്ട്. യെസ്. അപ്പൊ ഇനിയിപ്പോ എല്ലാരും പോയി കിടക്കട്ടെ കേട്ടോ. കാരണം ഇന്നലെ രാത്രിയില് ഇവളുമാര് രാവിലെ വെളുപ്പിനെയാണ് എണീറ്റ്. രണ്ടും അമ്മ വെളുപ്പിനെ എണീറ്റു. അമ്മ പോയി കിടക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഈ സാധനം ഒന്ന് കേട്ടോ. ഇതില്ലേ നമ്മുടെ അമ്മ ചിറ്റാമിക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടില്ല, ആ സെറ്റ് മുണ്ടോട് ഞാൻ കൊടുത്തേക്കുന്നത്. താഴോട്ട് കാണിക്കാൻ നിങ്ങൾ ആരും ആവശ്യപ്പെടില്ല, കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ ഇറങ്ങാൻ താമസിച്ചപ്പോ ഞാൻ പെട്ടെന്ന് തന്നെത്താനും പിടിച്ചു കൊടുത്താണ് കേട്ടോ. ഒട്ടും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു. അതുകൊണ്ട് എന്തായാലും കാണിച്ചേക്കാം കേട്ടോ. ഇല്ല കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കാണിക്കില്ലെന്ന് പറഞ്ഞു. അച്ഛൻ നിർബന്ധ പ്രകാരം മാത്രം എടുത്ത് ഞാൻ കൊടുത്തോളൂ. ഞാൻ മര്യാദക്ക് വെറുതെ ഡ്രസ്. പക്ഷെ അവള് പറഞ്ഞു മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാരി എടുത്താൽ വൃത്തികേടായിരിക്കും. പക്ഷെ എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല കേട്ടോ. ഇങ്ങനെ കേട്ടിട്ട് എനിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുകള്. അതാ അങ്ങനെ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നിന്നെ ഇതാക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. യെസ്. അപ്പൊ പോയി ഞാനും എനിക്ക് ഒന്നുകൂടെ കുളിക്കണം കേട്ടോ. കാരണം വേറെ ഇതിനകത്ത് ഭയങ്കര ചൂടാണ്. എന്നിട്ട് ഇപ്പം നേരം വെട്ടം അങ്ങോട്ട് ആയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് പ്രകാശം ഇതിനകത്ത് സൂര്യൻ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഇവിടെ, അല്ല? ഇവിടെ കറക്റ്റ് സൂര്യപ്രകാശം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഇവിടെ കാണാം കേട്ടോ, അല്ലേ? ഞാൻ നല്ലൊരു ഫീലാണത്. അപ്പൊ ആ ടൈമില് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ.
അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങി എണ്ണീറ്റായിരുന്നു കേട്ടോ. ഉറങ്ങി എണ്ണീറ്റ് വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അടുക്കളയിലൂടെ നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ഇത് ക്ലോസ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഒരു ഓറഞ്ച് പില്ലോ ഉണ്ട്. അതിന്റെ നേരെ നമ്മുടെ മിക്കിക്കുട്ടന്റെ ഫോട്ടോ. ഇത് ഇപ്പോഴും ചിറ്റാമ്മ വിചാരിച്ചിരിക്കുന്ന മിക്കിയുടെ ഫോട്ടോ ആണ്. പക്ഷെ മിക്കിയുടെ ബ്രീഡിന്റെ ഫോട്ടോ തന്നെയാണ്. ഇതിപ്പോ ഇത് മിക്കി കുഞ്ഞിനത്തെ ആ ഒരു അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ലുക്ക് സെയിം അതാണ് ഇഷ്ടമായത്. അതുകൊണ്ട് ഇറ്റാമ്മ ചോദിക്കുന്നത് ഞാനാണെന്ന് തന്നെ പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പോഴും. അപ്പൊ ഇവിടെ ആ ഫോട്ടോസ് ആവശ്യമുണ്ട്. നല്ല രസം. അവിടുന്ന് കാണാം, അവിടെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുമായിട്ട് ഭയങ്കര മാച്ചിങ്. അപ്പൊ ഇതിന്റെ തന്നെ സെയിം ഒരു ഫോട്ടോ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോം ടൂറിനകത്ത് കാണാൻ കേട്ടോ. അപ്പൊ നേരെ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ നമുക്ക് 2 ഗ്യാസ് ഉണ്ടല്ലോ. ഒരു ഗ്യാസ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്ഥലം ഇവിടെയാണ് പ്ലഗ് ഒക്കെ വരുന്നത്. ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചു. പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഫ്രിഡ്ജ് ഇങ്ങനെ കേട്ടോ. നേരെ പിങ്ക് നമ്മുടെ പഴയ ഇത് തന്നെയാണ് സ്റ്റാൻഡ് തന്നെ. അതില് പിങ്ക് പെയിന്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ ആ കൈവശത്തെ അക്വറത്തിൽ ഞാൻ പുറത്ത് പൂണ്ടിൽ അടിച്ചില്ല, ആ പിങ്ക് തന്നെ അടിച്ചു കേട്ടോ. അപ്പം സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെയാ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ എപ്പോഴും ഇരിക്കും നമ്മുടെ ഒരു അടുക്കളയില് എപ്പോഴും ഇരിക്കുന്ന ഐറ്റംസ്. എപ്പോഴും അതിനൊരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എവിടേക്ക് ഇരിക്കുന്നത് കാണിച്ചിരിക്കണം. എപ്പോഴും കാണുമ്പോൾ ഒരു ഇതാവാൻ വേണ്ടിട്ട് പറയാം. ഇവിടെ ലച്ചുവിന്റെ പൊടി ഇരിപ്പുണ്ട്, അവർക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ഇപ്പൊ അത് നിൽക്കുക, നമ്മൾ ഇനി റിഫിൽ ചെയ്ത് വെക്കണം. പിന്നെ അവർ രണ്ടുപേരും തിളപ്പിച്ച വെള്ളം, അവർക്ക് സെപ്പറേറ്റ് ആണ് വെള്ളം തിളപ്പിക്കുന്നത്, ഒന്നും വിടാതെ സാധാ വെള്ളം തിളപ്പിച്ചിടുന്നത് അവരുടെ വെള്ളം. ഇത് നമുക്ക് തിളപ്പിച്ച വെള്ളം. പിന്നെ നമ്മുടെ മിക്സിയുടെ ഏരിയ ഇവിടെയാണ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് മാറി പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ. അത് മാറ്റി ഇടാൻ വേണ്ടിട്ട് കേട്ടോ. മിക്സിയുടെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ ഇവിടെ ഈ ഒരു ഇതിടും. കാരണം ചായ ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി, ചൂടുവെള്ളം വെക്കാൻ വേണ്ടി ചായ എടുത്ത് വെക്കണം. പിന്നെ ഇൻഡക്ഷനിൽ എപ്പോഴും വെള്ളത്തിന്റെ അംശം പാടില്ലല്ലോ. ഈ കൗണ്ടർ ഫുൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സാധനമാണ് കേട്ടോ. എത്ര വെള്ളം വേണം, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം അതിനകത്ത് പിടിക്കും, അബ്സോർബ് ചെയ്യും ഒറ്റ അടിക്കുക. പിന്നെ ഇങ്ങനെ പിടിയില്ലെന്ന് മാത്രമേ യൂസ് ചെയ്യേണ്ടവരെ യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇതായി പോകത്തില്ല. ഫ്ലിപ്കാർട്ടിൽ സ്പോഞ്ചിൽ എന്തോ അടിച്ചാൽ മതി കേട്ടോ, അല്ലെ? കിച്ചൺ സ്പോഞ്ചോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇത് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓവനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഇത് എന്റെ നോസ്റ്റേഡ് മാത്രമാണ് കേട്ടോ. ഇത് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിനെപ്പോഴാ കാക്കുന്നത്. ഞാൻ പല സ്ഥലത്തോട്ട് മാറ്റി വെക്കും. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതന്ന് വാങ്ങിച്ചത് മറ്റേ ഇവിടുന്ന് അലങ്കാറിന്ന് സൂപ്പർ മാർക്കറ്റ് നമ്മൾ വീഡിയോ നമ്മളെ ചെയ്തോണ്ടിരുന്നതിനകത്തല്ലേ മറ്റേ സാധനം കൊടുത്തിനകത്തില്ലേ. അപ്പൊ അതവിടെ വെച്ച് അതിന്റെ ബാക്കില് നമ്മുടെ ലച്ചൂട്ടിയുടെ മാസം, ലച്ചൂട്ടി ജനിച്ച മാസത്തിന്റെ കലണ്ടർ, ആ ഫോട്ടോ, ആ ഒരു പേജ് ഞാനത് അങ്ങനെ ആക്കി വെച്ചിട്ട് ആ ഒരു ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഫുൾ ബ്ലൂ തീമിലോട്ട് അവിടെ ആക്കി. പിന്നെ ഇത് ആ പൂ ഇരുന്നത് ഞാൻ അങ്ങനെ അതിനകത്ത് മുകളിൽ വെച്ചു കേട്ടോ. അത് ഞാൻ അവിടെ വെക്കാറുണ്ട്. നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിച്ചത്. അപ്പൊ അതിവിടെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ റൈസ് കുക്കറിന് നമ്മൾ റൈസ് കുക്കറാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പോയിടത്തൊന്നും അടുപ്പില്ല. അപ്പൊ നമുക്ക് അടുപ്പിൽ വെച്ച് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ അത് പുറത്തോട്ട് ചെയ്യുന്നുണ്ട്. പുതിയ അടുക്കള പുറത്തോട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പം ഇത് അതുകൊണ്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഇൻഡക്ഷൻ ഒത്തിരി കറണ്ട് ആവുകൊണ്ട് ഫുള്ള് വേകുന്നോളം വരെ തിളപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പം 2 തിള തിളച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെക്കും. നോർമലി എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി മുട്ട ഫ്രിഡ്ജിലുണ്ട്. മുട്ട വെക്കുന്നതാണ് ഇത്. ഒരു മുട്ട ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കട്ടൻ ഇട്ടിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല വെളിച്ചമാണ് കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ടൻ ഇടാൻ മെയിൻ കാരണം വിസിബിലിറ്റി ആണ് കേട്ടോ. അവിടെ പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കാണാം. നമുക്ക് അങ്ങോട്ട് കാണുമല്ലോ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും കാണാം. അതുകൊണ്ടാണ് അടച്ചത്. ഇവിടെ കട്ടൻ ഇട്ടാ കേട്ടോ. പിന്നെ വെട്ടം കിട്ടും. അത് തുറന്നിടും കേട്ടോ അടയ്ക്ക്. പകലൊക്കെ നല്ലോണം തുറന്നിടാൻ പറ്റും. നമ്മൾ സമയം അടയ്ക്കും. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ച ചോപ്പർ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതേലും ഇങ്ങനെ ഒരു ലോക്ക് കാണിച്ചു.
അതിൽ ലോക്കും ഉണ്ട് ഇതുണ്ട് കേട്ടോ. പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും. ആ ലോക്ക് വിടുമ്പോഴത്തേക്ക് അത് മേലോട്ട് പോകും. എന്നാലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആമിയുടെ കുപ്പി, ആമിയുടെ അംഗനവാടി കൊണ്ടുവന്ന കുപ്പി, ലച്ചൂട്ടിയുടെ ഫീഡിംഗ് ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. ഇത് വെള്ളം കൊണ്ടുപോകുന്നതും പാലെടുക്കുന്നതൊക്കെ. പിന്നെ ഇതെല്ലാം കപ്പുകളാണ് കേട്ടോ. അത് ഇവൾമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആമി എടുക്കുന്നതും പിള്ളേരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുന്ന അത്. പിന്നെ ആമിയുടെ ഫുഡൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിനകത്ത് ബിസ്ക്കറ്റ്, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളിപ്പോ സിനിമയ്ക്ക് പോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആമിക്ക് ഇതിനകത്ത് രണ്ടിനകത്തുമാണ് പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകാനായിട്ടുള്ളതാണ്. ഒരാഴ്ചയായിട്ട് ഒരാൾക്ക് ഒരു സിനിമ ആയിട്ടത് ഭയങ്കര പറ്റിയില്ല. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരോടും വൈകിട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അത് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ചെറിയ 2-3 ബൗൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അടിയിൽ കയറ്റി, നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള മാത്രമേ വെച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മാറ്റി അടിയിൽ വെച്ച് അല്ലെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഒത്തിരി സാധനം ഇരിക്കും. പിന്നെ ഇവിടെ ഗ്ലാസ്സുകൾ, എപ്പോഴും എടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ, ഉണങ്ങിയ ഗ്ലാസ്സുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴുകി അപ്പപ്പോ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ നമ്മൾ കഴുകി തന്നെ വെക്കും. പിന്നെ താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു പോർഷൻ വേറെ രീതിക്കും. ഇപ്പോഴത്തെ ഒരു കിച്ചൺ പോലെ. ഇങ്ങോട്ട് വരുമ്പോ ഇത് പഴയ ജിമ്മിനാണ് കേട്ടോ. മാറ്റി അതെല്ലാം റെഡി ആക്കിയതാണ് കേട്ടോ. റിനോവേറ്റ് ചെയ്തപ്പോ ഇതാക്കിയാണ്. അപ്പം അവിടെ നമ്മുടെ അടുപ്പ്, പക്ഷെ ഈ അടുപ്പ് ഇതായിട്ടുണ്ട്. ഇത് കഴിയുമ്പോ നമ്മൾ വേറെ അമ്മയുടെ വേറെ അടുപ്പുണ്ട്. ഈ അടുപ്പ് നമ്മളിപ്പോ മേടിച്ചിട്ട് 5 വർഷമായി അല്ലേ? 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ സമയത്ത് നമുക്ക് കല്യാണത്തിന് മേടിച്ചു തന്ന ഇതാണ് കേട്ടോ. അത് നമ്മള് ഉപദ്രവം വെച്ച് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറ്റി നമ്മൾ കുറെ നാൾ വെച്ച്, ഒരു വർഷം 2 വർഷത്തോളം ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചു. പക്ഷെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നപ്പോ ഇവിടെ ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇതുവരെ എടുക്കുന്നു. ഇനിയിപ്പം ഒന്ന് മാറ്റാനായിട്ടുള്ള ടൈം ആയി വരും. അപ്പൊ പറഞ്ഞത് മാറിയിരുന്നു. അപ്പൊ നമുക്ക് അത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയുടെ പുതിയ ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയാണ് സാധാ ടൈപ്പ് കേട്ടോ. സാധാ ടൈപ്പ് അത് വെക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു സൈഡില് ഇത് ആണെങ്കിൽ സൺഫ്ലവർ ഓയിലിന്റെ ഇതിന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒഴിച്ചപ്പോൾ രണ്ടുകൂടെ ഇതായി പോയത്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഓയിലിനാണ്. ഇതാണ് ഓയിലിന്റെ. കണ്ടാ പെട്ടെന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ പെട്ടെന്ന് നമ്മള് പെട്ടെന്ന് ചൂടടിച്ച് ഇവിടെ ആണ് ഒട്ടും ഇത് പെട്ടെന്ന് ചൂടടിക്കും. ഇതിനകത്ത് ചൂട് നിക്കുവല്ലേ കാരണം വെച്ചാൽ. അപ്പൊ അത് കാരണം പെട്ടെന്ന് ഇതാവുന്നതാണ് ഞാൻ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ട്. പിന്നെ നമ്മുടെ കല്ലുപ്പിന്റെ ബർണി, അമ്മയ്ക്ക് ഉപ്പല്ലേ കല്ലുപ്പിന്റെ ബർണി. പിന്നെ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചതിനകത്തെ അതെ. അതിന് ഈ 3 ടിന്ന് മാത്രം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഉണ്ടായിരുന്നതും പിന്നെ ആ മഞ്ഞയും ഇതും വാങ്ങിച്ചാണ് കേട്ടോ. റാക്ക് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. കോർണറിൽ നല്ല എല്ലാം അതിനകത്ത് ഇരിക്കും. നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ആ ഒരു കോർണറിൽ അത് വേണം. പിന്നെ തിരികെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഇങ്ങോട്ടാക്കി വെക്കുന്നത്. ഇവിടെ പുറകെ വെക്കും, ഇവിടെ വെക്കും. അങ്ങോട്ട് വെള്ളം ഒക്കെ വെക്കുന്നതാണ് അവിടെ ഭയങ്കര കഴിക്കാൻ വേണ്ടി ഇവിടോട്ടാ വെക്കുന്നത്. കഞ്ഞി ഇത് ചെയ്താലും ഇവിടോട്ടാ വെക്കുന്നത്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഗ്ലാസ്സുകൾ, അവിടെ കൊള്ളാത്ത ഗ്ലാസ്സുകൾ ഇങ്ങോട്ട് കഴുകി വെക്കും. ഈ കുഞ്ഞി ടൈപ്പ് സ്പൂണൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കും. പിന്നെ ഈ ഒരു ചെറുത് ഇത് അമ്മയുടെ ഒക്കെ പഴയതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് നേരത്തെ ഉപയോഗിച്ചത്. അപ്പൊ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനകത്ത് സവോള, ഉള്ളിയും കിഴങ്ങും അല്ലെങ്കിൽ ഭയങ്കര ഇതാവും എടുക്കാൻ പറ്റും. കുടംപുളിയൊക്കെ പുറകെ വെച്ചിട്ടുണ്ട്, പയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബക്കറ്റിനകത്ത് അരി, പിന്നെ പൊടി ബാക്കി വരുന്ന നമ്മുടെ പൊടികളല്ലാതെ, അതായത് ഉപ്പ് പൊടി ഇടുക, ഗോതമ്പ് പൊടി, മൈദപ്പൊടിയൊക്കെ ഈ ഒരു ബക്കറ്റിനകത്ത്. ഇതിനകത്ത് അരിയാണ് നിറച്ച്. പിന്നെ കുക്കർ 3 അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ആ തൊട്ടി ഒരെണ്ണം ഇവിടത്തെ ഉണ്ടായിരുന്നു. ആ തൊട്ടി അകത്തോട്ട് തിരിച്ചിടും. നമുക്ക് ആവശ്യം വരുമ്പോ ഇനി ഉപയോഗിക്കില്ല. കിണറ്റിലെ തൊട്ടി കയറുമല്ല. പിന്നെ ഇത് ഞാൻ അങ്ങനെ വാങ്ങിച്ചു അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിനകത്താണെങ്കിൽ ഇവൾമാരെ ബോട്ടിൽ ഇടുന്ന ബ്രഷ് എല്ലാവും. പിന്നെ കത്രി വെക്കിനകത്തും കത്തി വെക്കി ഇതിനകത്ത് തന്നെ ഇടുന്ന കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ 99 ഇതാണ് ആവശ്യം നന്ന് എടുത്തോണ്ട് ഇടുന്ന സാധനം കേട്ടോ. ഇതിനകത്ത് ഓയിലുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മറ്റേതുപോലെ നമ്മള് അടയൊക്കെ ഉണ്ടാക്കും, ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ടൈലിലൊക്കെ ഒട്ടിച്ചും വെക്കാം കേട്ടോ. അവിടെ ഒട്ടിച്ചു വെക്കാം. അവിടെ ഇത് ഞാൻ അന്ന് വാങ്ങിച്ചു, ഇതുവരെ തീർന്നിട്ടില്ല. 99 ഞാൻ റീഫിൽ ചെയ്തോണ്ടേ ഇരിക്കാം. ഹാൻഡ് വാഷ
എല്ലായിടത്തും റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട് തീർന്നത്. പിന്നെ ഉൾമാറ ക്ലൻസർ, ബോട്ടിൽ കഴിയുന്ന നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഇതാണ് കേട്ടോ പ്ലാന്റ്. ഇത് നല്ല നമുക്ക് വെക്കണം കേട്ടോ. അതെ. പിന്നെ ഇവിടെ പാത്രം കഴുകുന്ന ഇത് അന്ന് തൊട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇതായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്, വെള്ളം എല്ലാം ഇതിനകത്ത് ഇവിടെ തന്നെ പൊക്കോളും. ഈ സിങ്കിനകത്ത് ഒരു കളർ വ്യത്യാസമുണ്ട്, അത് തുടക്കത്തോട്ട് ഉള്ളതാണ്. നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല നമ്മൾ എങ്ങനെ ആക്കിയാന്ന് വിചാരിക്കില്ല കേട്ടോ. അപ്പം പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. ഈ റാക്കിനകത്ത് അപ്പപ്പ കഴുകുന്ന പാത്രങ്ങള് ഇതിൽ കൊള്ളുന്നത് ഇവിടെ തന്നെ വെക്കാം. അങ്ങനെയാ വെക്കുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം മയൂരിന്ന് വാങ്ങിയത്. വാങ്ങിച്ചത്. ഇതിനകത്ത് ഈ ട്രേക്കകത്ത് വെള്ളം വന്ന് വീഴും, വെള്ളം എടുത്ത് കളഞ്ഞാൽ മതി. ഉണങ്ങി കഴിഞ്ഞുമ്പോൾ തിരിച്ചെല്ലാം വെക്കേണ്ടടുത്ത് കയറ്റി വെക്കും. പിന്നെ ഇതിനകത്ത് കൊള്ളുന്ന പാത്രങ്ങൾ മാത്രമല്ല നമുക്കുള്ള, ഇഷ്ടം പോലെ വലിയ പാത്രങ്ങളും ഉണ്ട് ഒന്നത്. അതെല്ലാം പുറത്തോട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഡെസ്ക് ഇട്ടിട്ടുണ്ട്. ആ ഡെസ്കിന്റെ പുറത്ത് ഷീറ്റ് ഇത് ഒട്ടിച്ചിട്ട് അതിന്റെ വണ്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വെക്കുന്ന രീതിക്കാണ് വെച്ചേക്കുന്നത്. നമ്മുടെ മോട്ടറിന്റെ ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ ട്രോകളുണ്ട്. ഇവിടെ ചട്ടി, കറിച്ചട്ടി, നമ്മുടെ മറ്റേ കോഫി ഇല്ലായിരുന്നോ അതെ, ചെറിയ മുറം. പണ്ടത്തെ ഇത് നോക്കി ഇവിടെ തുറക്കുമ്പോ പണ്ടത്തെ ഇത് ഞാൻ അതിങ്ങനെ വെച്ചാണ്. അല്ല എല്ലാവരും വീടിന്റെ അടി അങ്ങനെ കാണും. ഇവിടെ ചെറിയ മറ്റേ വലിയ മുറം വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഇതാ പൊടി. പിന്നെ ഇവിടെയാണ് ഗ്യാസ് വെച്ചിട്ട് ഇതിന്റെ കണക്ഷൻ പോകുന്നത്. ഇത് ഹാൻഡ് വാഷ് ഇനി എടുക്കാൻ പറ്റിയ പാത്രം കഴുകുന്നെങ്കിൽ ലിക്വിഡ് എടുക്കാൻ അവിടെ നിന്ന് വാങ്ങിച്ചു 3 സെറ്റ്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഇതും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റേ 3 ഇതായിട്ട് ഇടുന്നു കേട്ടോ. അതായത് പയറ്, ചെറുപയറ്, പരിപ്പ് അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ആവശ്യമുള്ളപ്പോ ഇങ്ങനെ തിരിച്ചിട്ട് ഓരോ ട്രോയ്ക്കകത്ത്. ഇതിപ്പോ ഞാൻ പരിപ്പ് ഇവിടെ ഉഴുന്ന് ഇവിടെ അങ്ങനെ ഇട്ടേക്കും. പിന്നെ അമ്മ കാന്താരി ഇട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് എപ്പോഴും എടുക്കാത്ത ഈ കാന്താരി നമുക്ക് കിട്ടിയത് ചെങ്ങന്നൂരി. അമ്മ ചെങ്ങന്നൂരിൽ നിന്ന് നമുക്ക് അയച്ചു തരും. നമുക്ക് ചെങ്ങന്നൂരിൽ അച്ചാറൊക്കെ കൊടുക്കും. അച്ഛൻ വീട്ടിൽ കൊണ്ട് നേരെ അത് കഴുകി നമ്മൾ ഉപ്പിലിട്ട് വെക്കും, അച്ചാറിടും. അവ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആമിച്ചിന് വെച്ചിട്ട് വള കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോകുമ്പോ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ടിന്നുകളില്ലേ, പ്ലാസ്റ്റിക് ടിന്നുകളൊക്കെ ഇനി നമുക്ക് ആവശ്യമുള്ള എല്ലാം ഈ ഒരു ബക്കറ്റ് നിറയുണ്ട്. വലിയ ടിന്നുകളും ഉണ്ട്, ഒത്തിരി ആവശ്യം വരുന്നു. പിന്നെ ഇങ്ങോട്ട് തുറക്കുമ്പം ഇവിടെ ഒന്നാമത്തെ ഒരു അഞ്ച്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കയറി എനിക്ക് ചിറ്റാമ്പിക്ക് മാത്രമേ വരത്തുള്ളൂ. അമ്മയ്ക്ക് ഇറുമ്പാച്ചുള്ളതാണ്, തലയും കുത്തി കുനിയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ അതങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ. അപ്പൊ എടുക്കുന്ന ഇത് മുഴുവൻ ഉരുളികളൊക്കെയാണ് നമ്മൾ അന്ന് വാങ്ങിച്ചത്, നമ്മുടെ പുട്ടും കുറ്റി കാര്യങ്ങളൊക്കെ. ഈ സൈഡിലോട്ടാണെങ്കിൽ ഇങ്ങനെ ട്രേ, ഇതും പഴയ ഇത് തന്നെയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഇങ്ങനെ അടപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട മോന്റെ ചാനലൊക്കെ ഇരിക്കുന്നു, മോന്റെ പാത്രമൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ കാണിച്ചു കൊടുക്കും. ഇവിടം വരെ ഉള്ളൂ ഇവരുടെ ഏരിയ, ഇവിടം വരെ കറക്റ്റ്. ഇത് കഴിഞ്ഞ് ഈ ട്രവർക്ക് മാറിയ മോനെ അത് മൂന്നൂടെ തുറന്നില്ല. പിന്നെ മേളി ഇരിക്കുന്നത് ഇപ്പോഴത്തെ മൊത്തം കുഞ്ചൂസിന്റെ കേക്കിന്റെ സെക്ഷൻ ആണ്. ആ ഒരു ഇതിനകത്ത് അടി തൊട്ട് താഴെ വരെ കേക്കിന്റെ ഐറ്റംസും അതിന്റെ പാത്രങ്ങളും കാര്യങ്ങളും കൂടെ. പിന്നെ ആമിയുടെ 2-3 പാത്രം എണ്ണത്തെ വെച്ചിട്ടുണ്ട്, എപ്പോഴും എടുക്കണ്ടാത്തത്. മോന്റെ പാത്രം ആര് മേടിച്ചല്ല? അത് മനസ്സിലാ ശ്രീലക്ഷ്മി അമ്മ. പനിക്ക് കുറവുണ്ടോ? പനി കുറവുണ്ടോ? ക്യാമറ കാണുമ്പോ ഇങ്ങനെ വെക്കാതെ പനി കുറവുണ്ടോ? ഇങ്ങോട്ട് നോക്കിച്ചേ. പനി കഴിഞ്ഞ ഉടനെ എന്നാ അടിച്ചേക്ക്. വെറൈറ്റി ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് വാങ്ങിക്കും. ഈ ലൈറ്റ് കണ്ടോ, ഇതിപ്പം ഓഫ് ആയിട്ടിരിക്കുന്നത് കാരണം ഇത് ഡേ ലൈറ്റിൽ വർക്ക് ചെയ്യില്ല. നൈറ്റ് ആകുമ്പം ചിറ്റാകുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആരാത്തോട്ട് കയറി വന്നാലും ടൈമില് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെട്ടമില്ല, നമ്മൾ അവിടുന്ന് വന്ന് ഇവിടെ വന്ന് സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുന്ന ഇവിടോട്ട് കയറി വരുമ്പോഴത്തേക്കും കാണിച്ചല്ലോ മിന്നുന്നു. ഇങ്ങോട്ട് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ നിഴലടിക്കുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും.
എന്നിട്ട് വന്നിട്ട് ചിറ്റാമിക്കാണേലും ബുദ്ധിമുട്ടല്ലേ, കണ്ണിന് കാശ് കുറവാണ്. അപ്പൊ വന്നിട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. അവിടെ വരുമ്പോ അവിടുത്തെ ഇനി ചിറ്റാമ്മ ഇവിടെ തിരിച്ചു പോകുമ്പോഴും അതുപോലെ തന്നെ സെയിം ഇത് കെടുത്തിയിട്ട് ചിറ്റാമിക്ക് അവിടെ വരെ പാസ് ചെയ്യണമല്ലോ. ആ പാസ് ചെയ്യുമ്പോഴും ഈ ബൾബ് കത്തും കേട്ടോ. അപ്പൊ അത് രാത്രിയിൽ നിങ്ങൾ ഒരു വീഡിയോക്കകത്ത് കാണിച്ചു തരാവേ. അപ്പൊ അത് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരാം. തന്നെ കത്തും, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇതിനകത്ത് 3 ഓപ്ഷൻ എടുത്ത് ജസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടോ, ഇത് മാഗ്നറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ്, അത് ഒട്ടിച്ച് വെച്ചാൽ ഇതിനകത്ത് 3 ഇതുണ്ടോ, ഓഫ്, ഓട്ടോയോ, ഓണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഓണായിട്ട് ഇങ്ങനെ ഈ കളർ വാമ. ഓട്ടോ ഇട്ടാൽ മതി. ഓട്ടോ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഇതിപ്പോ കത്തിയിരിക്കുമല്ലേ, ഇപ്പൊ തന്നെ കെട്ടോളും. ഡേ ലൈറ്റ് ആയതുകൊണ്ട് കണ്ടോ തന്നെ കെട്ടാണ്ടോ. അപ്പൊ ഇത് ചുമ്മാ പണി എടുക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചന്റെ ഒരു ഓവറോൾ വ്യൂ കേട്ടോ, അല്ലേ? അപ്പം പാചകങ്ങളൊക്കെ സാധനങ്ങൾ വരും, എന്നും പാചകങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് പാത്രങ്ങളുടെ മൂടി ഇതാവും. അപ്പൊ നമ്മുടെ ഉള്ള പാത്രങ്ങളാണ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി ഒരു പുതിയ വീട് പോകുമ്പോഴൊക്കെ അല്ലേ പുതിയ സാധനങ്ങളൊക്കെ ഇനി നമ്മൾ എന്നിട്ടും ഓരോരുത്തർ ചെല്ലുമ്പോ അതിനനുസരിച്ച് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ ഇപ്പൊ ഐറ്റംസ് ഒക്കെ ആണല്ലോ ഓരോ വീടിന്റെ കിച്ചൺ അനുസരിച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ അടുക്കള എല്ലാരും കണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ പറ. പനി ഇച്ചിരി കുറവുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഇളക്കം പിന്നെ വന്നിട്ടുണ്ട്, ചെറിയൊരു ഇളക്കം വന്നിട്ടുണ്ട്. ടാറ്റ പറ, ടാറ്റ. ഒരു ഉമ്മ എടുക്കും എല്ലാവർക്കും. ഉമ്മ നീ പോരാ കാല, നീ പോരാ കാല. ഉമ്മ 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 അച്ഛക്കൊരു ഉമ്മാരാവോ? കണ്ണടച്ച് വെച്ചേക്കുന്നത് കൊഞ്ചിന്നാണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ടാറ്റ, ലവ് യു ഓൾ. ടാറ്റ. നീ അങ്ങോട്ട് വരുന്നില്ല. കണ്ണ് തുറന്നു. ചൂടാണോ മോഡിന്? അത് കണ്ണ് തുറന്നേക്ക്, കണ്ണ് തുറക്ക്.